ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീട്ടിൽ നമ്മളെപ്പോഴും വാങ്ങുന്നൊരു പയറുവർഗ്ഗമാണ് ചെറുപയർ. എന്നാൽ ഇത് കഴിക്കാൻ പലപ്പോഴും കുട്ടികൾ മടി കാണിക്കാറുണ്ട്. ഒരുപാട് ന്യൂട്രിയൻസും കലോറീസും കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനുമൊക്കെ അടങ്ങിയിട്ടുള്ള ഗ്രീൻ ഗ്രാം എന്ന ചെറുപയർ കൊണ്ടുള്ള ഇന്നത്തെ സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനായി ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കറിലേക്ക് 1 കപ്പ് അളവിൽ ചെറുപയർ കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു വിസിൽ അടിച്ചെടുക്കാം. ഒരുപാട് വിസിലിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ചെറുപയർ നന്നായി അളിഞ്ഞു പോകും. അപ്പോൾ ഒരു ആവി അടിക്കുന്നത് വരെ നമുക്കതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇതിനായി അടുപ്പത്തേക്ക് ഞാനൊരു ചട്ടി എടുത്തു വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യൊന്ന് ഉരുകി വരട്ടെ. നെയ്യ് ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നെയ്യിലിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റവ കരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ റോസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാദാ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് കട്ട പിടിക്കാതെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുത്താൽ മാത്രമേ റവ കട്ട പിടിക്കാതെ ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. റവ ഏതാണ്ട് നല്ല രീതിക്കൊന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ആ വെള്ളത്തിൽ കിടന്ന് റവ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. എൻ്റെ റവ കുറച്ച് കരിഞ്ഞു പോയത് കൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ ബ്ലാക്ക് സ്പോട്ട്സ് കാണുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഹാർഡായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒരു ലൂസ് പരുവമാക്കിയെടുക്കുക. എന്നാൽ ഒരുപാട് അങ്ങ് ലൂസായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചെറുപയർ ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെന്ത് വന്നിട്ടുള്ള ആ ഒരു ചെറുപയർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുപയർ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം 3 ടേബിൾ സ്പൂൺ അളവിൽ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുപയർ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് അളവിൽ പശുവിൻ പാലാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കവർ പാലോ കുപ്പിപ്പാലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേസമയം നിങ്ങൾ വീട്ടിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പാല് ചെറുതായിട്ടൊന്ന് കാച്ചി കുറുക്കി ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാലിൻ്റെ 1/4 പാൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്വാദിഷ്ടമായിരിക്കും. തേങ്ങാപ്പാലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കറുത്ത എള്ളും വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഞാൻ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എള്ള് അഥവാ സെസമി സീഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണേ. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ലഡുവിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം കൊടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ഡിഷ് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.